ഇക്കാരണത്തിൽ ജമീലെ കുറിച്ച് അങ്ങും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറ്റു കക്ഷി നേതാക്കളും പറഞ്ഞതിനോടൊക്കെ യോജിക്കുക. ഉദിച്ചു വരികയും പെട്ടെന്ന് പൊലിഞ്ഞു പോവുകയും ചെയ്ത ഒരു ജീവിതമായി പോയി അവരുടേത്. നമ്മളൊക്കെ വളരെ ശ്രദ്ധേയമായ ഒരംഗം, അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ പൊതുരംഗത്തെ അവരുടെ പ്രവർത്തന സാന്നിധ്യം ശ്രദ്ധിച്ച് വരുന്ന ഘട്ടത്തിലാണ് അസുഖബാധയായി പെട്ടെന്ന് അവർ വിടവാങ്ങിയത്. വളരെ ദുഃഖകരമായ ഒന്നായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർ, ഇവിടെ അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷം എല്ലാ തലത്തിലും മികവ് തെളിയിച്ച് നല്ല പേരുണ്ടാക്കിയ ഒരു വനിത എന്നുള്ള നിലയിൽ അവർ ഇടക്കാലത്ത് അവരുടെ ഈ ജീവിതകാലത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിലുള്ളപ്പോഴും അതുപോലെ തന്നെ മറ്റ് നിലയിലുമൊക്കെ പല നിലയിലും അവരുമായി പല കാര്യങ്ങൾക്കും ബന്ധപ്പെടാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവേണ്ട എല്ലാ സൗമ്യമായ രീതിയും അതുപോലെ തന്നെ ഒരു ലക്ഷ്യബോധവും ഒക്കെ അവരിൽ പ്രകടമായി ഏവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട് ജില്ലയിൽ അവരുടെ സാന്നിധ്യം ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരാൻ ഉത്സാഹിച്ച് ശ്രമിച്ചിരുന്നു. മണ്ഡലത്തിലും അതുപോലെ തന്നെ മറ്റു തലത്തിലിരിക്കുമ്പോഴുമൊക്കെ തൻ്റെ ജീവിതം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ ഇടയിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ലീഡറാണ് അകാലത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ദുഃഖത്തിൽ, സഭയുടെ ആ ദുഃഖത്തിൽ അവരോടും അവരുടെ കുടുംബത്തോടും നാടിനോടും ഞാനും എൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നു.